നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ വൈഷ്ണ ജയിച്ചു എന്ന വാർത്ത വരുമ്പോൾ പാർട്ടിയിൽ കൃത്യമായി വിശ്വസിക്കാത്ത, അതായത് UDF എന്നോ LDF എന്നോ BJP എന്നോ എന്ന പാർട്ടിയിൽ മാത്രം അടിയുലച്ച് വിശ്വസിക്കാതെ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. തീർച്ചയായും തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് അതിന്റെ കൃത്യമായ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ സാധിക്കുക. അങ്ങനെ വൈഷ്ണ സുരേഷ് ജയിക്കുമ്പോൾ പലരും പറയുന്നത് ഇത് ഞങ്ങളടക്കം നൽകിയ വോട്ടാണ് എന്നുള്ളതാ. ഫുൾ ക്രെഡിറ്റും CPM-നാണ് എന്നുള്ളതാ. അനാവശ്യ വിവാദം ഉണ്ടാക്കി വൈഷ്ണയെ ലോക ശ്രദ്ധയാർജിച്ച, അല്ലെങ്കിൽ മലയാളികൾ മുഴുവനും ശ്രദ്ധാകേന്ദ്രമാക്കി മാറ്റാൻ സാധിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ മാറ്റിച്ചത് CPM തന്നെയാണ്. അനാവശ്യമായി വിവാദങ്ങൾ ഉണ്ടാക്കി. എന്തായാലും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കൗണ്ട് ഡൗൺ, ആ കൗണ്ട് ഡൗൺ തന്നെയാണ് ഇവിടെ അവസാനിക്കുന്നത്. ആ കൗണ്ട് ഡൗൺ അവസാനിക്കുമ്പോൾ വൈഷ്ണ സുരേഷ് വിജയിക്കുകയാണ്. അന്ന് രാഹുൽ മാങ്കൂട്ടം നവംബർ 17-ാം തീയതി രാഹുൽ മാങ്കൂട്ടം ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്. 24 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. കന്നി അംഗത്തിന് ഇറങ്ങുന്ന ഒരു KSU-കാരിയുടെ സ്ഥാനാർത്ഥിത്വം നിങ്ങൾക്ക് ഇത്രമേൽ അസ്വസ്ഥത ഉണ്ടാക്കിയെങ്കിൽ നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയെന്ന് നിങ്ങൾ തന്നെ സമ്മതിക്കുന്നു പിണറായിസ്റ്റുകളെ എന്നാണ് പറയുന്നത്. വൈഷ്ണ സുരേഷ് എന്ന് പറഞ്ഞ ഫയറിന്റെ ഒരു ചിത്രമൊക്കെ നൽകിയിട്ടുണ്ട്. കൃത്യമായി അത് ഫയർ തന്നെയാണ്. വൈഷ്ണ ഫയറായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കൗണ്ട് ഡൗണിലൂടെ അവസാനിക്കുമ്പോൾ വൈഷ്ണ സുരേഷ് മിന്നും വിജയം നടത്തിയിരിക്കുന്നു എന്ന് വ്യക്തമാവുകയാണ്. അതായത് വൈഷ്ണ സുരേഷ് ഇവിടെ 363 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ 9 ഇടങ്ങളിലാണ് UDF മുന്നിട്ട് നിൽക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ 9 ഇടത്തിലും കഴിഞ്ഞ 2010-ലൊക്കെ തന്നെ ഒരിടത്ത് പോലും ജയിക്കാത്തിടത്താണ് ഇപ്പോൾ UDF തിരിച്ചു പിടിച്ചിരിക്കുന്നത് എന്നുകൂടി ശ്രദ്ധേയമാണ്. മുട്ടടയൊക്കെ തന്നെ CPM-ന്റെ പാർട്ടി കോട്ടയാണ്. ആ പാർട്ടി കോട്ടയിൽ ഒരു 24 വയസ്സുള്ള KSU-കാരി നെഞ്ചുപിരിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കൈയടിക്കേണ്ട കാര്യം തന്നെയാണ്. ഷാഫി പറമ്പിലടക്കമുള്ളവർ വൈഷ്ണയെ നേരിട്ട് കണ്ട് അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. വൈഷ്ണയുടെ റിസൾട്ട് അറിഞ്ഞ അമ്മയും സഹോദരങ്ങളും പൊട്ടിക്കരഞ്ഞു എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം വീടിന്റെ അഡ്രസ്സുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രധാനമായും ചർച്ച നടന്നുകൊണ്ടിരുന്നത്. ആ ചർച്ചകളിലൊക്കെ തന്നെ വൈഷ്ണയെ പൂർണ്ണമായും പിന്തള്ളിക്കൊണ്ടുള്ള നീക്കങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് വൈഷ്ണ ആദ്യമൊക്കെ തന്നെ ഭയപ്പാടിലായിരുന്നു. എന്നാൽ പിന്നീട് വൈഷ്ണ അവിടെ തന്നെ താമസിച്ചിട്ടില്ല എന്നുള്ള തെളിവുകൾ കൃത്യമായി എതിർ പാർട്ടിക്ക് ഹാജരാക്കാൻ കഴിയാതോടി വന്നതോടുകൂടിയാണ് വൈഷ്ണയ്ക്ക് സ്ഥാനാർത്ഥിത്വം നിലനിൽക്കുന്നുണ്ട്, വൈഷ്ണയ്ക്ക് മത്സരിക്കാം എന്നൊരു കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. എന്തായാലും അതിനുശേഷം പിന്നെ ഇങ്ങോട്ടൊക്കെ തന്നെ വൈഷ്ണയുടെ ഗ്രാഫ് ഉയർന്നിട്ടേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ വൈഷ്ണ കുറച്ച് പിന്നിലായിരുന്നു എങ്കിൽ പിന്നീട് വൈഷ്ണ കുതിച്ചുയർന്ന് മിന്നും വിജയം കാഴ്ചവെക്കുന്ന പ്രകടനമാണ് കാണുന്നത് എന്ന് വ്യക്തമാവുകയാണ്. ഇതൊരു ജനാധിപത്യത്തിന്റെ വിജയമാണ്. കാരണം നമ്മൾ അന്നും പറഞ്ഞൊരു കാര്യം സത്യം ജയിക്കും എന്നുള്ളതാണ്. അതിൽ കൂടുതലായി ഒന്നും തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പറയാനായിട്ടില്ല. കാരണം നമ്മൾ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടോ അതിന്റെയൊക്കെ ഗുണമായി തന്നെ നമുക്ക് ജനങ്ങള് നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം തിരിച്ചറിഞ്ഞ്, നമ്മുടെ എഫേർട്സ് എല്ലാം തിരിച്ചറിഞ്ഞ് നമുക്ക് അവരുടെ അവകാശത്തിലൂടെ നമുക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട് തന്നിരിക്കുകയാണ്. വളരെ സന്തോഷം. വലിയൊരു പോരാട്ടമാണ്. ആദ്യം ഒരു സ്ഥാനാർത്ഥിന് വേണ്ടി ജയിച്ചു, പിന്നീട് ഒടുവിൽ ഒറിജിനൽ ജയവും. അതെ, തീർച്ചയായും. കാരണം അത്യാവശ്യം നല്ല ലീഡും ഉണ്ട്. നമുക്ക് വളരെ സന്തോഷിക്കാവുന്ന, ഒപ്പം തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു സമയമാണിത്. അത്ര സന്തോഷമുണ്ട്. എന്തായാലും BJP വോട്ട് വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ നിരവധി ആളുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞു വരുന്നുണ്ട്. എന്തായാലും അഞ്ജു പാർവതി പ്രബീഷ് പറഞ്ഞതുപോലെ തന്നെ വൈഷ്ണ സുരേഷിന്റെ ഈ ഒരു മുന്നേറ്റം അത് നേരത്തെ തന്നെ പലരും പറഞ്ഞതാണ്. കാരണം സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണെങ്കിൽ വൈഷ്ണയെ ജയിപ്പിക്കാൻ കൃത്യമായി തന്നെ CPM-ന് കഴിയും എന്നാണ് പറഞ്ഞത്. വൈഷ്ണ സുരേഷിന്റെ ഒരു വിജയം അത് CPM-ന് സ്വന്തമാണ് എന്നാണ് പറയുന്നത്. അതായത് അനാവശ്യമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നിടത്താണല്ലോ ഈ പറയുന്ന പോലെ തന്നെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നു. എന്തായാലും അട്ടിമറി വിജയവുമായി വൈഷ്ണ എന്നാണ് മനസ്സിലാവുന്നത്. മുട്ടട ഡിവിഷനിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. അട്ടിമറി വിജയം എന്നാണ് പറയുന്നത്. എന്തായാലും ഈ 9 സീറ്റുകളിലാണ് UDF-ന്റെ ലീഡ്. എന്തായാലും വൈഷ്ണ സുരേഷ് 363 വോട്ടുകൾ നേടാൻ വൈഷ്ണ സുരേഷ് സാധിച്ചിട്ടുണ്ട്. 231 വോട്ടാണ് LDF-ന് കിട്ടിയിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി അജിത് കുമാറിന് 106 വോട്ട് മാത്രമാണ് ലഭിച്ചത്. എന്തായാലും മുട്ടടയിലെ വിജയം അതൊരു വിജയം തന്നെയാണ്. മുന്നണിക്ക് വലിയ ആത്മവിശ്വാസം തന്നെയാണ് പകരുന്നത്. കോർപ്പറേഷനിലെ അന്തിമ ഫലം അറിയാനായി വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. അല്പസമയം കൂടി കഴിയുമ്പോൾ ഒരു 12 മണിയോടുകൂടി പൂർണ്ണമായും ചിത്രം വ്യക്തമാകുന്നുണ്ട്. അപ്പോഴും നമ്മുടെ നെഞ്ചിരിപ്പ് കൂട്ടുന്നത് കൃത്യമായി തന്നെ ഈ പറയുന്ന പോലെ തന്നെ തിരുവനന്തപുരത്തെ ഒരു നീക്കമാണ്. കാരണം തിരുവനന്തപുരം അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് ഓരോ ഘട്ടത്തിലും ഓരോ നിമിഷവും അങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് വ്യക്തമാകുന്നത്. അതായത് ആദ്യഘട്ടത്തിൽ
ഇപ്പോൾ LDF എങ്കിൽ രണ്ടാം ഘട്ടത്തിൽ NDA ആയിരിക്കും, വീണ്ടും അത് LDF ആയി മാറുന്നു, പിന്നീട് അത് NDA ആയി മാറുന്നു. ഇങ്ങനെ ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത് കേരള സംസ്ഥാനത്ത് തന്നെ മറ്റൊരു ജില്ലകളിലും ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നോക്കുകയാണെങ്കിൽ NDA ആണ് തിരുവനന്തപുരം മുന്നിൽ നിൽക്കുന്നത്. 17, LDF 16, UDF 10 എന്ന കണക്കിൽ. കൊല്ലം കോർപ്പറേഷനിലും അപ്രതീക്ഷിത മുന്നേറ്റം UDFന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്ന് മനസ്സിലാകുന്നു. കൊല്ലം കോർപ്പറേഷനിൽ LDF 7, UDF 10, NDA 0. കൊല്ലത്തൊന്നും ഇതുവരെയും ഇത്തരത്തിലൊരു പുതുചരിത്രമേ ഉണ്ടായിട്ടില്ല. അത്തരം രീതിയിലാണ് ഇപ്പോൾ മാറി മറിയുന്നത് എന്ന് വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. പുനലൂർ നഗരസഭയിൽ വീണ്ടും UDF മുന്നിൽ. കൊടുവള്ളി നഗരസഭയിൽ ഇടത് സ്വതന്ത്രൻ അതാണ് മുന്നിൽ വരുന്നത്. ഇടത് സ്വതന്ത്രൻ കാരാട്ട് ഫൈസൽ തോറ്റു എന്ന വാർത്തയാണ് വരുന്നത്. ആലപ്പുഴയിൽ LDF UDF ഇഞ്ചോടിഞ്ച് പോരാട്ടം. കൊല്ലത്ത് ജില്ലാ പഞ്ചായത്ത് നോക്കുകയാണെങ്കിൽ കൊല്ലത്തേക്ക് വരുമ്പോൾ LDF 23 എന്ന നിലയിൽ മുന്നോട്ട് നിൽക്കുന്നു. കൊല്ലത്ത് അല്ലാതെ കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ UDF 9, LDF 4, NDA 2 എന്ന നിലയിലേക്ക് വരുന്നു. ഇതുവരെയും കണ്ടിട്ടില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന് വ്യക്തമാവുകയാണ്. തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ 2 സീറ്റ് മുന്നിൽ LDF വരികയാണ്. LDF 2 സീറ്റ് മുന്നിൽ, അതായത് 17, NDA 15 എന്നിങ്ങനെയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് വ്യക്തമാകുന്നു. എന്തായാലും വൈഷ്ണ സുരേഷ് ജയിച്ചതിൽ ആഘോഷത്തിമിർപ്പ് തുടങ്ങി എന്നാണ് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വൈഷ്ണ മുന്നിൽ ആയിരുന്നു, ആദ്യഘട്ടത്തിൽ പിന്നിലായിരുന്നുവെങ്കിൽ പിന്നീട് മുന്നിലായി, പിന്നീട് ഒരൊറ്റച്ചാട്ടം വിജയിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്.